നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. അട്ടപ്പാടി മധു വധക്കേസിൽ 16 പ്രതികളിൽ 14 പേരും കുറ്റക്കാർ. പ്രതികൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം. 4ഉം 11ഉം പ്രതികളെ വെറുതെ വിട്ടു. ശിക്ഷാവിധി നാളെ. നീതി ലഭിച്ചുവെന്ന് പറയാനാകില്ലെന്ന് മധുവിന്റെ കുടുംബം. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മാതാവ്. നീതിപൂർവമായ വിധിയെന്ന് പ്രോസിക്യൂഷൻ. എലത്തൂർ ട്രെയിൻ തീവെപ്പിൽ 2 പേർ പിടിയിലായതായി സൂചന. യുപിയിലെ ബുലന്ദ്ഷഹറിൽ നിന്നും ഒരേ പേരിലുള്ള 2 പേരെയും കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ട്. അന്വേഷണം വിലയിരുത്താൻ ഉന്നതതല യോഗം കോഴിക്കോട്ട്. NIA സംഘം കണ്ണൂരിൽ. പാർട്ടി മുതിർന്ന നേതാക്കൾക്കെതിരെ KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനം. നേതാക്കൾ അച്ചടക്ക ലംഘനം നടത്തുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഭിന്നത ഉണ്ടെന്ന് വരുന്നത് പിണറായി സർക്കാരിന് നേട്ടമെന്നും തിരുവഞ്ചൂർ. ശശി തരൂർ നിരന്തരം പാർട്ടിയെ വെട്ടിലാക്കുന്നുവെന്ന് ജോൺസൺ എബ്രഹാം. സൈബി ജോസ് പ്രതിയായ കോഴ ആരോപണ കേസ് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി വിലയിരുത്തി. ഉത്തരവ് ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പാകത്തിൻ്റേത്. IPL-ൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. സീസണിലെ ആദ്യ ജയം പ്രതീക്ഷിച്ച് ഡൽഹി. മത്സരം വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ.